33 എന്താ പറയാ? 33. 33. 33. 34 34. 34. 34. 35 35. 35. 35. 36 36. 36. 36. 33 33. 34 34. 35 35. 36 36. 37 37. 37. 37. 38 38. 38. 38. 39 39. 39. 39. 40 പറയണത് ഫിയർ സിക്ക്. ഞാൻ പറഞ്ഞില്ലേ ബാക്കിയൊക്കെ ആ സെഡ് വെച്ചിട്ടാണ് വന്നതെന്ന്. ആ ദ്രൈസിങ്ങിൻ്റെ കേസിൽ മാത്രമാണ് ആ ഷാർപ്പസ് വരുന്നത്. ബാക്കിയൊക്കെത്തിലും സെഡ് തന്നെയാണ് യൂസ് ചെയ്യുക. ഫിയർ സിക്ക് 40 ഫിയർ സിക്ക്. 50 ഫുൻഫ് സിക്ക്. ഫുൻഫ് സിക്ക്. ഫുൻഫ് സിക്ക്. 60 സെക്സിക്ക്. 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 70 സീപ് സിക്ക്. സീപ് സിക്ക്. സീപ് സിക്ക്. ഈ 60 70 ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ വരികയാണെങ്കിലും അതിലത്തെ 60ൻ്റെ എസ്സും 6ൻ്റെ എസ്സും 7ൻ്റെ ഇയനും ആഡ് ചെയ്യില്ല. ഫിയർ സിക്ക്, ഫുൻ സിക്ക്, സെക്സിക്ക്, സീപ് സിക്ക്. ഇതിൽ ഇടയിൽ വരുന്നതുണ്ടല്ലോ 41 42 അങ്ങനെയൊക്കെ. അതൊന്ന് നിങ്ങൾ ഒരു ബുക്കിൽ ഒന്ന് എഴുതി നോക്കാട്ടോ, ജർമ്മനിൽ. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയിട്ടേക്ക്, ഞാൻ ചെക്ക് ചെയ്യാം. 80 8 സിക്ക്. 8 സിക്ക്. 8 സിക്ക്. 9 9 സിക്ക്. 9 സിക്ക്. 9 സിക്ക്. 100 100 എന്നാണ് പറയുക. 100. 100. ഇനി 110 നോക്കുകയാണെങ്കിൽ ആദ്യം 100 എഴുതും. നമുക്ക് 100ന് 100 എന്നും കൂടി പറയും. 100 എന്നും 100 എന്നും പറയും. 100 100 എന്ന് പറയില്ലേ നമ്മൾ മലയാളത്തിൽ, 100. അതാണ് 100 എന്ന മീനിങ് വന്നത്. ഓക്കെ, അപ്പം 110ൻ്റെ കേസിൽ വരുമ്പോൾ 110 എന്ന രീതിയിലല്ലേ നമ്മൾ മലയാളത്തിൽ പറയാം. 110 എന്ന രീതിയിൽ ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ജർമ്മനിൽ അതേ രീതിയിലാണ് ഇവിടെയും പറയാം. 110 100 സെയിൻ. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 100 ആദ്യം എഴുതും, പിന്നെ സെയിൻ അടുത്തത് എഴുതും. 100 സെയിൻ. 100 സെയിൻ. ഇത് 110ൻ്റെ കേസാണ്. ഇനി അടുത്തത് 265 വരെയാണെങ്കിൽ ഇത് വരുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ 65ൻ്റെ കേസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ 2 ഡിജിറ്റിൻ്റെ പഠിച്ചില്ലേ. ആദ്യം 5 പറയും, പിന്നെ 60 പറയും. ഫുൻഫ് ഉണ്ട് സെക്സിക് എന്ന രീതിയിലാണ് 65 പറയുന്നത്. ആ രീതിയിൽ വേണം നമ്മൾ ഇതും പറയാൻ. ആദ്യം 200 പറയും, സ്വൈ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 65 പറയും, ഫുൻഫുണ്ട് സെക്സിക്. മനസ്സിലായേ? 200 ഫുൻഫുണ്ട് സെക്സിക്. 200 ഫുൻഫുണ്ട് സെക്സിക്. ഇനി 555 വരെയാണെങ്കിൽ എങ്ങനെ പറയും? ആദ്യം 500 പറയണം, ഫുൻഫ് ഉണ്ടേർട്ട്. പിന്നെ 55 പറയണം, ഫുൻഫുണ്ട് ഫുൻസിക്. ഫുൻഫുണ്ട് ഫുൻസിക്. ഫുൻഫ് ഉണ്ടേർട്ട് ഫുൻഫുണ്ട് ഫുൻസിക്. അടുത്തത് 1000. 1000ന് 1000 അല്ലെങ്കിൽ 1000. 1000 അല്ലെങ്കിൽ 1000. 1000 അല്ലെങ്കിൽ 1000 എന്നാണ് 1000നെ പറയുന്നത്. ഇനി 10,000 വരെയാണെങ്കിൽ സെയിം 1000. സെയിം 1000. 10,000
സെയിം 1000. 100,000 വരെയാണെങ്കിൽ 100,000 എന്ന് പറയാം. 100,000. 100,000. ഇനി അടുത്ത നമ്പർ നോക്കാം. ആദ്യം 103,000 എന്ന് എഴുതി. ആദ്യം 103,000 എന്ന രീതിയിൽ എഴുതി. അതിനുശേഷം 500 എഴുതി, 500 എഴുതി. അത് കഴിഞ്ഞിട്ട് 82 എഴുതി, 82 എഴുതി. മനസ്സിലായോ? ആദ്യം 100 എഴുതി, പിന്നെ 3,000 എഴുതി, 500 എഴുതി, 82 എഴുതി. മനസ്സിലായില്ലേ അതെങ്ങനെ എഴുതിയെന്ന്? 103 ആദ്യം എഴുതി, അതിനെ പറയുന്നത് 103. അവിടെ 1000 ആണ് വന്നത്, അതുകൊണ്ട് 1000 എഴുതി. അതിനുശേഷം 500 എന്ന രീതിയിൽ 500 എഴുതി. അതിനിടെ 82 അങ്ങനെ 82 എഴുതി. ആ രീതിയിലാണ് അത് എഴുതണത്. ഇനി 1 മില്യൺ വരെയാണെങ്കിൽ 1 മില്യൺ എന്ന് പറയും. 1 മില്യൺ. 3 മില്യൺ ആണെങ്കിൽ 3 മില്യണൻ. 1 മില്യണ് 1 മില്യൺ, 3 മില്യണ് 3 മില്യണൻ. അടുത്തത് ഹാൻഡി ന്യൂമർ. ഹാൻഡി ന്യൂമർ എന്ന് പറയുന്നത് ഫോൺ നമ്പറിനെയാണ്. ഹാൻഡി എന്ന് പറയുന്നത് ഫോണിനെയാണ് ഹാൻഡി എന്ന് പറയുന്നത്. ന്യൂമർ എന്ന് പറഞ്ഞാൽ നമ്പർ. ഹാൻഡി ന്യൂമർ എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ. ഹാൻഡി ന്യൂമർ, ഫോൺ നമ്പർ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ബുക്സ്റ്റാബിയറൻ സിയറെ ഹാൻഡി ന്യൂമർ. ബുക്സ്റ്റാബിയറൻ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബുക്സ്റ്റാബിയറൻ എന്ന് പറഞ്ഞാൽ ടു സ്പെൽ ഔട്ട് എന്നാണ്. സ്പെല്ല് ചെയ്യാൻ പറയാണ്. ബുക്സ്റ്റാബിയറൻ ചെയ്യാം. ബുക്സ്റ്റാബിയറൻ സിയറെ ഹാൻഡി ന്യൂമർ. നിങ്ങളുടെ നമ്പർ ബുക്സ്റ്റാബിയറൻ സ്പെൽ ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. അതാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് സ്പെല്ല് ചെയ്ത് നോക്കാം നമുക്ക്. 9, 2, 5, 6, 7, 8, 9, 8, 2, 3. 9, 2, 5, 6, 7, 8, 9, 8, 2, 3. ഇതുപോലെ നിങ്ങളുടെ നമ്പർ എഴുതാം, സ്പെൽ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കട്ടാ. ഡാങ്കി.